ഹലോ ഗായ്സ്, അപ്പോൾ നമ്മൾ ഹോസ്റ്റലിൽ ആദ്യമായിട്ടൊന്ന് കുക്ക് ചെയ്യാൻ വേണ്ടി പോവാണ്. ഇങ്ങനെ മീനൊക്കെ വാങ്ങിച്ചിട്ട് കുക്ക് ചെയ്യുന്ന ആദ്യമായിട്ടാണ്. ആകെ ഉണ്ടാക്കിയിട്ടുള്ളത് നൂഡിൽസാണ് കേട്ടോ. അല്ലെങ്കിൽ സവോള അരിഞ്ഞ വല്ല സാലഡ് അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളതല്ലാതെ ഇതുവരെ ഇങ്ങനെയൊന്നും ഉണ്ടാക്കിയിട്ടില്ല. അപ്പോൾ അതാ ഫൈനലി നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ വേണ്ടി പോവാണ്. അതിനുവേണ്ടി കുറച്ച് മീൻ വാങ്ങിച്ചിട്ടുണ്ട്. മീനൊന്ന് നല്ല രീതിയിൽ ഉപ്പൊക്കെ ഇട്ടൊന്ന് കഴുകി എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ നല്ല പ്രൊഫഷണലായിട്ട് കുറച്ച് മീനും വരയൊക്കെ ഇട്ട് കൊടുത്തിട്ട് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഉപ്പും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കുന്നുണ്ട് മാറ്റി. അങ്ങനെ ഈ ഇരിക്കുന്ന സാധനങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളതാണ്, അപ്പുറത്തെ ഇപ്പുറത്തെ വീട്ടിൽ പോയി കളക്ട് ചെയ്തെടുത്തിട്ട് വന്ന മീൻ മാത്രം നമ്മൾ വാങ്ങിച്ചിട്ടുള്ളൂ. പിന്നെ മുളക് പൊടിയും എണ്ണയും ഓക്കെ. ഒരു സവോള എടുക്കുന്നുണ്ട്. സവോള നല്ല രീതിയിലൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അത് നീളത്തിൽ കട്ട് ചെയ്തിട്ട് പിന്നെ അതിനെ ഒന്ന് സ്ക്വയറായിട്ട് കട്ട് ചെയ്ത് മാറ്റി വെക്കുന്നുണ്ട്. പിന്നെ എടുക്കുന്നത് ഇഞ്ചിയാണ്. ഇഞ്ചി കുറച്ച് എടുക്കുന്നുള്ളൂ. അതൊന്ന് ജസ്റ്റ് എടുത്ത് അരിഞ്ഞ് വെക്കുന്നു. പിന്നെ വെളുത്തുള്ളി കൂടെ പൊളിച്ചിട്ട് ഇഞ്ചി വെളുത്തുള്ളി ഒന്ന് നമുക്ക് ചതച്ചെടുക്കണം. നമുക്ക് ചതച്ചെടുക്കാൻ വേണ്ടി ഒന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മളൊരു പാത്രത്തിൽ ഇട്ട് തവി വെച്ചിട്ടാണ് കേട്ടോ ചതച്ചെടുക്കുന്നത്. ഈ പാൻ നമ്മൾ അപ്പുറത്തെ വീട്ടിൽ പോയി മേടിച്ചിട്ടുള്ളതാണ്. അങ്ങനെ അടുപ്പിലേക്ക് പാൻ വെച്ച് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ മുളക് പൊടി മഞ്ഞൾപ്പൊടിയും ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ അതിലേക്ക് അരിഞ്ഞ് വെച്ചിട്ടുള്ള സാധനങ്ങളൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന പുളി വെള്ളം കൂടി ഒഴിക്കുന്നുണ്ട് ആവശ്യത്തിന്. അങ്ങനെ നമ്മൾ അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ഇട്ടിട്ട് നല്ല രീതിയിൽ വേവിച്ചെടുക്കുന്നുണ്ട്. എന്നിട്ടത് അതിലേക്ക് നമ്മുടെ മീൻകുട്ടന്മാരെ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മളിത് നല്ല രീതിയിലൊന്ന് വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഏറെക്കുറെ ആവശ്യത്തിന് വെന്ത് വന്നപ്പോഴത്തേക്കിനും നമ്മൾ മീനിനെയൊക്കെ ഒന്ന് മറിച്ചിടുന്നുണ്ട്. കുറച്ച് കറിവേപ്പില കൂടി അതിൻ്റെ മുകളിലൂടെ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് നല്ല പച്ച വെളിച്ചെണ്ണ കൂടി അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നേ. എന്നിട്ട് ഉപ്പൊക്കെ കറക്റ്റാണോ നോക്കാൻ വേണ്ടി ഞാനൊന്ന് ടേസ്റ്റ് കൂടി ചെയ്ത് നോക്കുന്നുണ്ട് ഗായ്സ്. അങ്ങനെ അപ്പുറത്ത് നിന്ന് വാഴയിലയും കൂടെ വെട്ടിയെടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ചോറെടുക്കുന്നുണ്ട്. അപ്പോൾ ആവശ്യത്തിൽ അധികം ചോറിന് നമ്മൾ കഴിക്കുന്നുണ്ട് ഗൈസ്. അതിനുവേണ്ടി നമ്മൾ കുറേ ചോറെടുത്തിട്ടുണ്ട്. അങ്ങനെ ചുറ്റിനും മീൻകറിയും കൂടെ ആവശ്യത്തിന് ഒഴിച്ചു കൊടുക്കാൻ വേണ്ടി എടുക്കുന്നുണ്ട്. നമ്മളെല്ലാവരും കൂടെ ഒരുമിച്ച് ഒരു പാത്രത്തിലല്ല, ഒരു ഇലയിലാണ് ചോറിനാൻ വേണ്ടി പോകുന്നത്. അങ്ങനെ ഗൈസ് ചോറൊക്കെ വിളമ്പി മീനൊക്കെ ഇട്ടു. ഇത് മീൻ കറിയാണോയെന്ന് വെച്ചാൽ അതുമല്ല, മീൻ ഫ്രൈ ആണോയെന്ന് വെച്ചാൽ അതുമല്ല. അതിൻ്റെ രണ്ടിൻ്റെ ഇടയ്ക്ക് നിൽക്കുന്ന ഒരു സാധനം. പിന്നെ പേരെന്താണെന്ന് ഞങ്ങൾക്കറിയില്ല. അപ്പോൾ എന്തായാലും നമ്മൾ ട്രൈ ചെയ്ത ആദ്യത്തെ റെസിപ്പി സക്സസ് ആയതിൻ്റെ സന്തോഷത്തിൽ നമ്മളിന്ന് ഒരുപാട് ചോറുണ്ട് ആഘോഷിക്കുകയാണ് ഗായ്സ്. അപ്പോൾ ഗായ്സ് നിങ്ങൾ കമൻറ്റ് ചെയ്യുക, നിങ്ങൾ ഇതുപോലത്തെയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടോ ഇല്ലയോ എന്നൊക്കെ. സോ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട. അപ്പോൾ അത്രേ ഉള്ളൂ. ടാറ്റാ.